Hello dear students, welcome to the 18th lecture of the data analysis and interpretation. In this lecture, we are going to discuss the concept of the cluster analysis with help of the SPSS. What we mean by the term is cluster analysis and how this cluster analysis applied in the SPSS. Okay, let us discuss what we mean by the term is cluster analysis. As a cluster analysis is like a technique that used for the classifying the objects or the cases into related groups. That means a tool or techniques that used for the classifying the different groups. And one of the important elements is the cluster analysis mainly used in the marketing, the market segmentation point of view, or the marketing studies. Suppose we are conducting the consumer's perception are relating with the marketing, so we can easily use the concept of the cluster analysis. So this lecture we are going to detail analysis through the cluster analysis and how this the cluster analysis applied through the SPSS. അത് നമ്മളെ സംബന്ധിച്ച് ക്ലസ്റ്റർ അനാലിസിസ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂയാണ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം ക്ലസ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ക്ലസ്റ്റർ ഏതാണ്, ഏറ്റവും റിലേറ്റ് ചെയ്ത് നടക്കുന്ന ഗ്രൂപ്പ് ഏതാണ്, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്ലസ്റ്റർ അനാലിസിസ് എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, ദ ക്ലസ്റ്റർ അനാലിസിസ് ഹാസ് ബീൻ used in marketing for the various purpose. Segmentation of the consumers in the cluster analysis used on the base of the benefit sought from the purchase of the product. Suppose ഒരു പ്രൊഡക്റ്റ് മീൻസ് മാർക്കറ്റിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സാധാരണ ക്ലസ്റ്റർ അനാലിസിസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഏത് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സാണ് ഏറ്റവും കൂടുതൽ റെസ്പോണ്ട് ചെയ്യണത്, ഏത് കാറ്റഗറി ഓഫ് കൺസ്യൂമേഴ്സാണ് ഏറ്റവും കൂടുതൽ അവിടെ റെസ്പോണ്ട് ചെയ്യണത്, ഇത് ഐഡൻറ്റിഫൈ നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ആവശ്യമായിരുന്ന ഒരു ടൂളാണ്. That is the cluster analysis. So as a tool is always used for the marketing of a certain product, and it can be used to identify the homogeneous group of the buyers. So cluster analysis നമുക്ക് മുഖേന homogeneous group ഒരുവിധം ബയേഴ്സ് ഹോമോജീനിയസ് ഗ്രൂപ്പ് ആയിരിക്കും. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് കാറ്റഗറി ഓഫ് ബയേഴ്സ് ഏതാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ ക്ലസ്റ്ററിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇൻ്റർ റിലേഷൻഷിപ്സ് വരുന്നത്, ഇത് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്ലസ്റ്റർ അനാലിസിസ് കൊണ്ട് സാധിക്കാറുണ്ട്. ഓക്കെ, ദ ക്ലസ്റ്റർ അനാലിസിസ് ഈസ് എ ക്ലാസ് ഓഫ് ടെക്നിക് ദാറ്റ് യൂസ്ഡ് ടു ക്ലാസിഫൈ ദ ഒബ്ജക്ട്സ് ഓർ കേസസ് ഇൻ ടു റിലേറ്റീവ് ഗ്രൂപ്പ്സ് ആൻഡ് എഡ്സ് ഗ്രൂപ്പ്സ് ഇസ് കോൾഡ് ദ ക്ലസ്റ്റേഴ്സ്. അതൊരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെ, നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണ സമയത്ത് ആ ഡിഫറെൻറ്റ് മാർക്കറ്റുകളിൽ ചിലപ്പോൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യിക്കാം. അപ്പോൾ അവിടെ വരുന്ന സിമിലർ കാറ്റഗറി കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും. അവരിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്ന കൺസ്യൂമേഴ്സ് ഏതാണ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ വരുന്ന ടൂളാണ് ദാറ്റ് ഈസ് യുവർ ദ ക്ലസ്റ്റർ അനാലിസിസ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ലോജിക് ഓഫ് ദ ക്ലസ്റ്റർ അനാലിസിസ്. ദിസ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ മാർക്കറ്റിംഗ് ഓഫ് ദ വേരിയസ് പർപ്പസ്. That means segmentation of the consumers, market, the consumer segmentation of the age wise, education wise, so നമുക്ക് segmentations ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. So that is the role of the cluster analysis, mainly relating with the marketing of the study. Okay, and what are the important concepts or statistics are associated with the cluster analysis? Suppose we are studying the concept of cluster analysis, what are the important terms or concepts or statistics are associated with the cluster analysis? First important term is the agglomeration of the schedule. That's a very important element. Cluster analysis ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന എലമെൻ്റ് ആണ് ഷെഡ്യൂൾ. ആൻഡ് ഷെഡ്യൂൾ മീൻസ് agglomeration of schedules and identify. That means it is a combined, that means it's objects or cases being combined at each stage at the hierarchy of the clustering process. അത് നിങ്ങളുടെ ക്ലസ്റ്റർ അനാലിസിസ് വരുന്ന ഒബ്ജക്ട്സ് എന്തൊക്കെയാണ് അല്ലെ കേസ് എന്താണ് അത് കമ്പൈൻ ചെയ്ത് ഹൈറാർക്കിയിൽ ഓർഡറിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ദാറ്റ്സ് agglomeration schedules. That means we are combined each stage of the hierarchical process. That in hierarchical order അത് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ദാറ്റ്സ് agglomeration schedule. That's one of the important terms relating with your the cluster analysis. And the second one is a cluster centroid. The cluster centroid means the mean values of the variable. We are using certain objects use ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ mean values. The mean values of the variables or all cases or all objects. The term is known as the cluster centroid. അപ്പോൾ നമുക്ക് ഫസ്റ്റ് term is agglomeration schedule ആണ്.
എഗ്ലോമറേറ്റ് ഷെഡ്യൂൾസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, സ്റ്റഡിയിൽ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് എന്താണ്, അത് ഹയറാർക്കിക്കൽ ഓർഡറിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എഗ്ലോമറേഷൻ ഷെഡ്യൂൾസ്. ദ ക്ലസ്റ്റർ സെൻട്രോയിഡ് മീൻസ് ഇറ്റ്സ് ലൈക്ക് മീൻ വാല്യൂ, കാരണം അവിടെ വരുന്ന മീൻ വാല്യൂസ് ആണ് നിങ്ങളുടെ വാരിയബിളിൻ്റെ മീനിയാണ് ക്ലസ്റ്റർ സെൻട്രോയിഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അനദർ വൺ ഇസ് dendrogram. It's like graphical, it's a diagram, it's a graphical device for displaying the cluster result. Dendrogram means dendrogram എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഗ്രാഫിക്കൽ ഡിവൈസ് ആണ്, കാരണം നിങ്ങളുടെ ക്ലസ്റ്റർ അനാലിസിസ് എന്ന റിസൾട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൂളാണ് ഇസ് എ ഡെൻഡ്രോഗ്രാം. ആൻഡ് അനദർ വൺ ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലസ്റ്റർ സെൻറ്റർ. ദാറ്റ് മീൻസ് ഓരോ വേരിയബിൾ എത്രത്തോളം ഡിഫറൻസിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഹൗ ദ സെപ്പറേറ്റഡ് ദ ഇൻഡിവിജ്വൽ പെയേഴ്സ് ഓഫ് ദ ക്ലസ്റ്റേഴ്സ് ആണ്. കാരണം അവിടെ വരുന്ന പെയേഴ്സ് ആണെങ്കിലും ദെൻ ഒബ്ജക്ട്സ് ആണ് എത്രത്തോളം ഡിഫറൻസിലേക്ക് അത് വരുന്നുണ്ട്. So there is a distance between the cluster center. And another one is similarity distance of the coefficient matrix. That means it's like a distance between the objects. Objects നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന പേരാണ് ദാറ്റ്സ് എ സിമിലാരിറ്റി ഓർ ദ ഡിസ്റ്റൻസ് കോഎഫിഷ്യന്റ് മാട്രിക്സ്. ഓക്കെ, these are the important terms are relating with your the cluster analysis. The first important term is agglomeration schedule. The agglomeration schedules means that it's a hierarchical order. That means it's a part of the hierarchical order. And another one is a cluster centroid. The cluster centroid means the mean values of your the variables. A dendrogram means your the graphical devices for displaying your the cluster analysis. Another one distance with the cluster center. That means how the separated individual pairs a cluster. കാരണം അതിൽ വരുന്ന ഇൻഡിവിജ്വൽ പെയേഴ്സ് എങ്ങനെ എത്രത്തോളം സെപ്പറേറ്റഡ് എടുക്കുന്നുണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ടൈമാണ്. ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലസ്റ്റർ സെന്റർ. ആൻഡ് അനദർ വൺ ഇസ് സിമിലാരിറ്റി ഓഫ് ദ കോഎഫിഷ്യന്റ് മാട്രിക്സ്. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ്. ആ വരുന്ന ഓരോ ഒബ്ജക്റ്റുകളുടെ ഡിഫറൻസ് തന്നെയാണ് നമ്മൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഎഫിഷ്യന്റ് മാട്രിക്സ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടേംസ് ആർ യൂസ്ഡ് ഇൻ യുവർ ദ ക്ലസ്റ്റർ അനാലിസിസ്. The once again, what is a cluster analysis? The cluster analysis is a class technique that are used to classify objects or cases into relative groups. It's called cluster. ഇപ്പോൾ സാധാരണഗതിയിൽ മാർക്കറ്റിംഗ് സ്റ്റഡീസിലാണ് ഏറ്റവും കൂടുതൽ ക്ലസ്റ്റർ അനാലിസിസ് യൂസ് ചെയ്യുക. കസ്റ്റമേഴ്സിന് ഡിവൈഡ് ചെയ്ത് എവിടെയാണ് പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ളത്. നിങ്ങൾ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ഒരു പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യുന്നത്, അത് ക്ലസ്റ്റർ വൈസ് റിസൾട്ട് എടുക്കുന്ന പ്രോസസ്സ് കൂടിയാണ് നമ്മുടെ cluster analysis. So it's one of the important tools used for the marketing of the products or the segmentation point of view. We can use the cluster analysis. Okay, the term is known as the cluster analysis, and these are the important terms or the concepts are used in the cluster analysis. The first one is the agglomeration schedule. That means it's a hierarchical clustering process. Then cluster centroid, that means mean values of the variable, and another dendrogram, that is a graphical devices for interpreting your the result. Another one is distance between the cluster centers. That means how the separate individual pairs the clusters are. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, കാരണം പെയർ വൈസ് റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യാൻ the distance between the cluster centers ഉണ്ടായിരിക്കും. Then similarity of the coefficient matrix. That means distance between the objects. These are the important terms relating with your the cluster analysis. Okay, then we are going to discuss the cluster analysis with help of the SPSS. And we are going to performing the cluster analysis. ഇതൊരു SPS ഷീറ്റാണ്. നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് പെർഫോം ചെയ്യാൻ പോവാണ്. നമുക്കറിയാം നമ്മുടെ സ്റ്റഡിയിൽ ഒരുപാട് ഏജ് ഗ്രൂപ്പ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ഉണ്ട്, ജെൻഡർ ഉണ്ട്. ഇവരുടെ ഏത് ഗ്രൂപ്പിൻ്റെ റെസ്പോൺസാണ് മാർക്കറ്റ് അനാലിസിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് എവിടെയാണ് വന്നിട്ടുള്ളത്. കാരണം അത് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഏജ് വൈസ്, എഡ്യൂക്കേഷൻ, ജെൻഡർ വൈസ് ഒരുപാട് വേരിയബിൾ നമ്മൾ കൂട്ടി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പർട്ടിക്കുലർ എലമെൻറ്റിൽ എങ്ങനെയാണ് ക്ലസ്റ്റർ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ ക്ലസ്റ്റർ അനാലിസിസ് നമുക്ക് എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും, എവിടെയാണ് ഏറ്റവും നല്ല ക്ലസ്റ്റർ ചെയ്താൽ ഏജ് വൈസ് ആണോ, എഡ്യൂക്കേഷൻ വൈസ് ആണോ, ദെൻ ജെൻഡർ വൈസ് ആണോ ഏറ്റവും നല്ല ക്ലസ്റ്റർ വരുന്നത്. കാരണം നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് പെർഫോം ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും ഏത് കാറ്റഗറിയിലാണ് ഏറ്റവും നല്ല ക്ലസ്റ്റർ ഫ്രെയിം ചെയ്യപ്പെടുന്നത്. ദെൻ എഡ്യൂക്കേഷൻ വൈസ് എങ്ങനെയാണ് ക്ലസ്റ്റർ റിസൾട്ട്, ജെൻഡർ വൈസ് എങ്ങനെയാണ്, ദെൻ അതുപോലെ ഏജ് വൈസ് എങ്ങനെയാണ് ക്ലസ്റ്റർ റിസൾട്ട് വരുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോയിങ് ടു പെർഫോമിംഗ് the cluster analysis. For the performing the cluster analysis, the first just click the analysis button. Okay, and here there is an option is a classify, and classify we can see the concept of the two-step clusters. Cluster analysis performs ചെയ്യാൻ പോവാണ്. Then just click the two-step clusters. Okay, just reads it and just selecting the age wise, the categorical variable, then the gender, and the education, and selecting the all three categorical variable, and what are the continuous variable എന്തിനോട് റെസ്പോൺസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് എ സൈഡ് ഇഫക്റ്റ്, just selecting side effect, and usage,
and the fast relief, and select the 3 important variable. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യണം. ഈ 3 വേരിയബിളിനോടുള്ള കാറ്റഗറിക്കൽ വേരിയബിൾ ഏജ് എഡ്യൂക്കേഷൻ ഇതിൽ ഏറ്റവും നല്ല ക്ലസ്റ്റർ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, ക്ലസ്റ്റർ എത്രത്തോളം റെസ്പോൺസ് വരുന്നുണ്ട്, ക്ലസ്റ്റർ അനാലിസിസ് പെർഫോം ചെയ്യണം. ഏറ്റവും നല്ല ക്ലസ്റ്റർ ഫ്രെയിം ചെയ്യുന്നത് എവിടെയാണ്, ഏജ് വൈസ് ആണോ, എഡ്യൂക്കേഷൻ വൈസ് ആണോ, ജെൻഡർ വൈസ് ആണോ, ഏറ്റവും കൂടുതൽ നല്ല ക്ലസ്റ്റർ ഫ്രെയിം ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഫോർ ദറ്റ് പേർപ്പസ് ഇസ് ക്ലിക്കിംഗ് ദ സ്പെസിഫിക് ഫിക്സഡ് സെലക്ട് ചെയ്യുന്നു. Then click the OK button and click the OK button. We get the cluster summary. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്ലസ്റ്റർ സമ്മറി വരും. കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്സ് 6ഓളം ഇൻപുട്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ 5 ക്ലസ്റ്ററുകൾക്കുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 5 ക്ലസ്റ്ററിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 6ഓളം ഇൻപുട്സ് അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഓൾമോസ്റ്റ് ഒരു ഫെയർ റിസൾട്ട് വരെയുള്ള പോസിബിലിറ്റി, ദിസ് ക്ലസ്റ്റർ ക്വാളിറ്റി ഡയഗ്രാം, ഓൾമോസ്റ്റ് ഒരു ഫെയർ റിസൾട്ട് വരെയുള്ള പോസിബിലിറ്റി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ മോഡൽ സമ്മറി. ഈ മോഡൽ സമ്മറിയാണ് നമ്മൾ അഷ്യൂർ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ഏജ് വൈസ്, എഡ്യൂക്കേഷൻ വൈസ്, ജെൻഡർ വൈസ് നമ്മൾ വാരിയബിൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ അത് വെച്ചുകൊണ്ട് മോഡൽ സമ്മറി എത്രത്തോളം ഇസ് എ പുവർ, ഫെയർ ഓർ ഗുഡ്, ഓൾമോസ്റ്റ് ഫെയർ റിസൾട്ട് വരെയുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി എങ്ങനെയാണ് ആ ക്ലസ്റ്റേഴ്സ് ഫ്രെയിം ചെയ്യണത്, നമ്മൾ ഏറ്റവും നല്ല ക്ലസ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ ക്ലസ്റ്റേഴ്സ് ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർ ദാറ്റ് പേർപ്പസ് ജസ്റ്റ് ക്ലിക്ക് ദ ഡബിൾ ക്ലിക്ക്. ജസ്റ്റ് നമ്മൾ ആ ഡയഗ്രത്തിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ക്ലസ്റ്റേഴ്സ്. ഇവിടെ നമുക്ക് ക്ലസ്റ്റേഴ്സ് കിട്ടും. ഇവിടെയാണ് നമുക്ക് ക്ലസ്റ്റേഴ്സ് കാണാനായിട്ട് സാധിക്കാം. ഈ ക്ലസ്റ്റേഴ്സാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോജിക്ക് നമ്മൾ ചെയ്തിട്ടുള്ള മോഡൽ സമ്മറി. അപ്പോൾ അത് വെച്ചുകൊണ്ട് വന്നിട്ടുള്ള ക്ലസ്റ്റേഴ്സ്, കാരണം ക്ലസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് നോക്കിയാൽ 1 2 3 4 5 അല്ലേ, നമുക്ക് നോക്കി കഴിഞ്ഞാൽ 1 2 3 4 5 ക്ലസ്റ്റേഴ്സ് അവിടെ ഫ്രെയിം ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ക്ലസ്റ്റർ, 5 ക്ലസ്റ്റേഴ്സ് അവിടെ ഫ്രെയിം ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ക്ലസ്റ്ററിൻ്റെ പെർസെൻറ്റേജ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, 59% പറയുന്നുണ്ട്. ദെൻ സൈസ് ഓഫ് ദ ലാർജ് ക്ലസ്റ്റർ 133 വന്നിട്ട് ക്ലസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. ആ റിസൾട്ട് ഇവിടെ മീൻസ് എക്സാക്ട്ലി അവർ എടുത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്ലസ്റ്റർ വരുന്നത്. ഇനി ഏറ്റവും നല്ല ക്ലസ്റ്റർ ഇപ്പോൾ ഏജ് വൈസ് ആണോ, എഡ്യൂക്കേഷൻ വൈസ് ആണോ, ജെൻഡർ വൈസ് ആണോ ഏറ്റവും നല്ല ക്ലസ്റ്റർ വന്നിട്ടുള്ളത് എങ്ങനെയാണ് കാണാൻ സാധിക്കുക. സോ നമുക്ക് അവിടെയും അതിന് ഓപ്ഷൻ്റെ ക്ലസ്റ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക്, യെസ് വി ഗെറ്റിംഗ് ദ റിസൾട്ട്. ഇവിടെ നമുക്ക് ക്ലസ്റ്റർ വൈസ് റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദറ്റ്സ് ഏജ് വൈസ് 65.5% ആൻഡ് ഓൾസോ 98 നോക്കിക്കഴിഞ്ഞാൽ ഓരോ വാരിയബിൾസും, ദീസ് ആർ ദ വാരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന വാരിയബിൾസ് ആണ്. അതിൻ്റെ ഏജ് വൈസ്, എഡ്യൂക്കേഷൻ, ജെൻഡർ വൈസ് ഉള്ള ക്ലസ്റ്റേഴ്സിൻ്റെ റിസൾട്ട്. ദെൻ ഈ വാരിയബിളിൻ്റെ ഏജ് വൈസ്, ജെൻഡർ വൈസ്, എഡ്യൂക്കേഷൻ വൈസ് റിസൾട്ട്. അപ്പം ഏത് വാരിയബിൾ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാണ്, എവിടെയാണ് ഏറ്റവും നല്ല ക്ലസ്റ്റർ ഫ്രെയിം ചെയ്യണം നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ ഓൾമോസ്റ്റ് 100% ക്ലസ്റ്ററോട് വരുന്നുണ്ട് എഡ്യൂക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇവിടെ ഒരു 100% ക്ലസ്റ്റർ വരുന്നുണ്ട്. ദെൻ 100% ക്ലസ്റ്റേഴ്സ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ബെറ്റർ വൺ ഏതാണ്, കാരണം എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് വരുന്നുള്ളത്. ഇവിടെ 100% ജെൻഡറിനും എഡ്യൂക്കേഷൻ 100% വരുന്നുണ്ട്. ദെൻ ഓൾമോസ്റ്റ് ഇവിടെ നല്ല അത്യാവശ്യം നല്ല റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്ലസ്റ്ററുകൾ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഇവിടെ ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ക്ലസ്റ്റർ അനാലിസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇവിടെയാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവിടെ ഏത് ഗ്രൂപ്പോ കാറ്റഗറി, ഏത് ഏജ് കാറ്റഗറി ആൾക്കാരാണ് അല്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷൻ ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പലപ്പോഴും ക്ലസ്റ്റർ അനാലിസിസ് കൊണ്ട് സാധിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദ ക്ലസ്റ്റർ അനാലിസിസ്. സോ ക്ലസ്റ്റർ അനാലിസിസ് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലമെൻറ്റാണ്. കാരണം എവിടെയാണ് ഏറ്റവും നല്ല കാറ്റഗറി റിസൾട്ട് വരുന്നത്, എവിടെയാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുക, ഏത് ഏജ് ഗ്രൂപ്പിൻ്റെ അടുത്താണ് പ്രൊഡക്റ്റ് നന്നായിട്ട് റീച്ച് ചെയ്യിപ്പിക്കാൻ സാധിക്കുക, ഏത് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൻ്റെ അടുത്താണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഏതൊരു മീൻസ് ജെൻഡർ വൈസ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ അത് നമുക്ക് ആ മോഡൽ സമ്മറി ഫ്രെയിം ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്നായിട്ട് ക്ലസ്റ്റർ അനാലിസിസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദ റിസൾട്ട് ഓഫ് ദിസ് ദ ക്ലസ്റ്റർ അനാലിസിസ്. Okay, so once again നമ്മൾ ചെയ്യാറുണ്ട് almost the first just clicking the analysis. Analysis point of there is a classify and there's two-step cluster. At this two-step cluster നമ്മൾ ഓട്ടോമാറ്റിക്കലി വാരിയബിൾ സെലക്ട് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട്, ഏത് ഫോമിലാണ് ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏജ് വൈസ്, ജെൻഡർ വൈസ്, എഡ്യൂക്കേഷൻസ്. ദെൻ നമ്മുടെ അതിൻ്റെ കണ്ടിന്യൂസ് നമുക്ക് വാരിയബിൾസ് ഉണ്ടായിരിക്കും. ആ വാരിയബിൾസ് നമ്മൾ കാറ്റഗറിക്ക് വേരിയബിൾസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ദെൻ നമ്മൾ ഓൾമോസ്റ്റ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിസൾട്ട്. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഇവിടെ വരാണ്. അപ്പോൾ നമുക്ക് മോഡൽ സമ്മറി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു 5 ക്ലസ്റ്റേഴ്സിന് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 5 ക്ലസ്റ്റേഴ്സാണ് അവിടെ, 6 ഇൻപുട്സ് കൊടുത്തു, 5 ക്ലസ്റ്റേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 5 ക്ലസ്റ്ററിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയായിരിക്കും, ഏത് ക്ലസ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക, 5 ക്ലസ്റ്റർക്ക് എങ്ങനെയാണ് പോസിബിലിറ്റീസ് വരുന്നത്, അതിൻ്റെ മോഡൽ സമ്മറി അത്യാവശ്യം പുവർ ആയിരിക്കും, ഫെയർ ആയിരിക്കും, ഗുഡ് ആയിരിക്കുമോ, ഫെയർ ആയിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ട് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 5 ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നത് ആ റിസൾട്ട് എങ്ങനെയാണ്. ഏറ്റവും നല്ല ക്ലസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ 29.6 ഒരു ക്ലസ്റ്റർ ഉണ്ട്. ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് അവിടെയാണ് വരുന്നത്. ക്ലസ്റ്റർ 3 ആണ്. നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ദെൻ ക്ലസ്റ്റർ 2, ക്ലസ്റ്റർ 1 ആൻഡ് ക്ലസ്റ്റർ 5 ആൻഡ് ക്ലസ്റ്റർ 4 ആൻഡ് ക്ലസ്റ്റർ 3 ഈസ് 133. അത് നല്ല പോസിബിൾ റിസൾട്ട് വരെയുള്ള ചാൻസ് ക്ലസ്റ്റർ 3യിലാണ്. ആൻഡ് ദാറ്റ് ഇസ് ദ സൈസ് ഓഫ് ദ ലാർജ് സാമ്പിൾ. നോക്കി അവിടെ കാണാൻ സാധിക്കും. ഈ റിസൾട്ട് വേണ്ടി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. സ്മോളസ്റ്റ് ക്ലസ്റ്റർ ഏതാണ്, ഹയസ്റ്റ് ക്ലസ്റ്റർ ഏതാണ്, അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആ ക്ലസ്റ്ററിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻസ് അറിയണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ ക്ലസ്റ്റർ അനാലിസിസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, ക്ലസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് ഏറ്റവും നല്ല കോമ്പിനേഷൻസ് ഏത് ഗ്രൂപ്പിലാണ് ഏറ്റവും നല്ല ആ കോമ്പിനേഷൻസ്, ഹോമോജിയസ് ഗ്രൂപ്പ് ഓഫ് കോമ്പിനേഷൻസ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് എ ലോജിക് ഓഫ് ദ ക്ലസ്റ്റർ അനാലിസിസ്. ദാറ്റ് മീൻ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദ വാരിയബിൾസ് ഫോർ ദ മാർക്കറ്റിംഗ് സ്റ്റഡീസിൽ ഏറ്റവും നല്ല വാരിയബിൾസ്, ഏറ്റവും നല്ല ഏരിയസ്, ഇതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് ക്ലസ്റ്റർ അനാലിസിസ് കൊണ്ട് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് എ അപ്ലിക്കബിലിറ്റി ഓഫ് ദ ക്ലസ്റ്റർ analysis. It's a very important elements regarding your മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് നമുക്ക് ക്ലസ്റ്റർ അനാലിസിന് ഇവിടെ നമുക്ക് ഡയഗ്രാമാറ്റിക് ആയിട്ട് ഇങ്ങോട്ട് കൊടുന്ന് റിസൾട്ട് എടുക്കാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും നല്ല ക്ലസ്റ്റർ നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ക്ലസ്റ്റർ analysis. Once again, the cluster analysis. What is a cluster analysis? It's one of the important tool used for the marketing of studies. Suppose മാർക്കറ്റിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല റെസ്പോൺസ് വരുന്ന ക്ലസ്റ്റർ ഏതാണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. ദറ്റ് ഇസ് അഗ്ലോമറേഷൻ ഷെഡ്യൂൾ, ദറ്റ് ഇസ് എ ഷെഡ്യൂൾ, ആൻഡ് ദറ്റ് ഇസ് എ ക്ലസ്റ്റർ സെൻട്രോയിഡ്, ആൻഡ് ദറ്റ് ഇസ് എ ഡെൻഡ്രോഗ്രാം, ദറ്റ് ഇസ് എ ഗ്രാഫിക്കൽ ഡിവൈസസ്, and the distance between the cluster center and the similarity of the coefficient matrix. These are the important terms are used in the cluster analysis. Okay, anyway, thank you so much, and thank you for watching me.